ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചിക്കനും ബീഫും ഒന്നും കയ്യിലില്ലെങ്കിൽ പോലും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മുടെ വീട്ടിലെല്ലാവരുടെയും കയ്യിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിടിലനായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടി ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ടൂടെ കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പോകുന്നത് ഈ ഒരു സ്നാക്കിലേക്ക് വേണ്ടിയിട്ട് ചെറിയൊരു സോസാണ് നമ്മൾ ആദ്യം റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മിക്സിയുടെ കുഞ്ഞു ജാറിനകത്ത് ഞാനിവിടെ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂണിനടുത്ത് നമ്മുടെ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയാണ് നെക്സ്റ്റ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂണോളം ഗരം മസാല പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മസാലപ്പൊടികളൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഓയിലാണ്. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും ഓയിൽ ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് 2 അല്ലി വെളുത്തുള്ളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും ചേർത്തിട്ട് നമ്മളിതിനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാനും. ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. നമുക്ക് കുറച്ചുകൂടെ തിക്കാക്കിയിട്ട് എടുക്കണമെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു സോസ് ഞാനിവിടെ മാറ്റി വെക്കാനും. നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ ഒരു ചോപ്പറിൽ ഇട്ടിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. അതല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതിയാകും. ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇത്രയും ഇതിൽ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ഒരു ഭാഗത്ത് നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു സോസ്, അതായത് നമ്മുടെ മയോണൈസ് ആണിത്. ഇത് നമ്മൾ, അതായത് സ്പൈസി ആയിട്ടുള്ള മയോണൈസ് ആണ്. ഇത് നമ്മൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാളയും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ നിന്നും ഒരു 1 ടേബിൾ സ്പൂണോളം ഈ ഒരു സമയം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞിട്ടോ അതിലേക്ക് നന്നായിട്ട് ചതച്ചിട്ടോ എടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയില കൂടെ അരിഞ്ഞിട്ട് ഈ ഒരു സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പുഴുങ്ങിയിട്ടുള്ള പൊട്ടാറ്റോ ആണ്, അതായത് ഉരുളക്കിഴങ്ങാണ്. ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണ് നമ്മളിപ്പം ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ഒക്കെയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ചും കൂടെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ മയോണൈസിൽ പെപ്പർ ഇട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ നമ്മൾ കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടിയും 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് ഞാനിവിടെ ഒരു 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് എടുക്കുക, അതായത് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ബ്രെഡ് ക്രംസ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാനും. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക. ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ 1/4 ഭാഗത്തോളം ബ്രെഡ് ക്രംസ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക. നമുക്കിങ്ങനെ ബോളായിട്ട് ഉരുട്ടിയെടുക്കുന്ന ഒരു പരുവാണ് ഇതിന് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്, അതായത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഓയിൽ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വീണ്ടും കുറച്ചും കൂടെ നമ്മൾ ബ്രെഡ് പൊടിച്ച് ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് എല്ലാം കൂടെ. അപ്പോൾ നമ്മുടെ സ്നാക്കിലേക്ക് വേണ്ടിയിട്ടുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് സെപ്പറേറ്റ് തന്നെ വേണം ഇതൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് പോർഷൻ എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നമ്മളൊന്ന് ഉരുളകളാക്കി എടുത്തതിന് ശേഷം ഒരു ഓവൽ ഷേപ്പിലാണ് നമ്മളിത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അതായത് നമ്മുടെ ഉന്നക്കായൊക്കെ ഷേപ്പ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ കുറച്ച് നീളത്തിൽ ഓവൽ ഷേപ്പിലാണ് നമ്മളിത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ബോൾസ് ആയിട്ട് തന്നെ വേണമെങ്കിലും എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പരത്തി വെച്ചിട്ട് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പം ഇതേ രീതിയിൽ ഒരു ഓവൽ ഷേപ്പിലാണ് ഇത് ഷേപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിൽ നല്ലപോലെ കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളതിൽ നിന്ന് 3 or 4 1 or 2 ബാച്ചായിട്ട് ചേർത്തിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ 2 വശവും നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഓയിൽ വളരെ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഓയിൽ കുടിക്കും. അപ്പോൾ അതുകൊണ്ട് ഓയിൽ ശ്രദ്ധിച്ചിട്ട് മാത്രം ഫ്രൈ ചെയ്തിട്ട് എടുക്കുക.
അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിലും തന്നെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്